ഗൈസ്, നമ്മളിപ്പോ ഉള്ളത് ആസ്റ്റർ മെഡിസിറ്റിയിലാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇതില് അച്ഛൻ്റെ അമ്മച്ചി കുറെ ദിവസമായിട്ട് എന്റെ അമ്മ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞായിരുന്നോ? ഒരു മനുഷ്യന്റെ രണ്ട് മുഖങ്ങളാണ് ഇപ്പൊ രണ്ട് വോയിസിലൂടെ നിങ്ങൾ കേട്ടത്. എന്നോട് സംസാരിക്കുമ്പോൾ എന്തൊരു സ്നേഹം, മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അയാള്. എല്ലാവർക്കും നമസ്കാരം. തൊപ്പി, വസ്മിന, അച്ചായൻ ഇവര് തമ്മിലുണ്ടായിരുന്ന ബോണ്ട് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അവരെങ്ങനെയായിരുന്നു, എന്തായിരുന്നു എന്നൊക്കെ. ഇപ്പൊ റീസെന്റ് അച്ചായന്റെ അമ്മ ഹോസ്പിറ്റലിലായ സമയത്ത് പൈസയുടെ ഷോർട്ടേജ് കാരണം വീഡിയോ ഒക്കെ ചെയ്തിട്ടിട്ടുണ്ട്. ഗൂഗിൾ പേ QR കോഡൊക്കെ കൊടുത്തിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾക്കാർ ഉള്ളവർ സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് സഹായങ്ങൾ കിട്ടിക്കാണും, മേ ബി കിട്ടിക്കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഒന്നല്ല, അതിന്റെ താഴത്തെ കമന്റ് ബോക്സ് ചെക്ക് ചെയ്ത സമയത്തും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു എബോ 80% ആൾക്കാരും അയച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, എന്റെ ഉള്ളത് അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാർ അയച്ചിട്ടുള്ളതായിട്ട് കമന്റ് ബോക്സ് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായാലും ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇതല്ല ഇവിടത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചായന്റെ അമ്മ ഹോസ്പിറ്റലിലായപ്പോൾ ഫസ്ബിനെ വിളിച്ച് അന്വേഷിച്ചിട്ടില്ല, ഒരു രൂപയുടെ പൈസ സഹായിച്ചിട്ടില്ല. അതുപോലെ ഫസ്ബിലേക്ക് കല്യാണമായിട്ട് അതും ഒന്ന് വിളിച്ച് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ നീണ്ട നിലയിൽപ്പെട്ട ട്രാക്ക് കാര്യങ്ങൾ കിടപ്പുണ്ട്. അത് വേറൊന്നുമല്ല, ഫസ്ബിനെ വിളിച്ച് പറഞ്ഞില്ല, അല്ലെങ്കിൽ വിളിച്ച് അന്വേഷിച്ചില്ല, അല്ലെങ്കിൽ 5ന്റെ പൈസ സഹായിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഫസ്ബിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. നമ്മൾ മനുഷ്യരാണ്, മാറും മറക്കും എല്ലാം ഉണ്ട്. നമ്മൾ എന്തുകൊണ്ട് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എന്ന് ആദ്യം നമ്മൾ ചിന്തിക്കും. നമ്മളൊരു പട്ടിയെ മേടിച്ച് വളർത്തി കഴിഞ്ഞാൽ അതിന്റെ മരണം വരെ അത് നമുക്ക് നന്ദിയുള്ളതായിരിക്കും. പക്ഷെ മനുഷ്യരങ്ങനെ അല്ല. ചിലപ്പോ മാറും മറക്കും ഒക്കെ ഉണ്ടാവും. നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യരിൽ നിന്നും ഒരു കാര്യവും പ്രതീക്ഷിക്കരുത്. നാളെ അവരിൽ നിന്ന് നമുക്കൊരു ഉപകാരം ഉണ്ടാകും എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നമ്മൾ ഒരു മനുഷ്യന്റെ അടുത്തും ഒരു ബന്ധം വയ്ക്കാതിരിക്കുക, പെരുമാറാതിരിക്കുക. ഇത് തന്നെയാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. നിങ്ങൾ അവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുകയും എന്തെങ്കിലുമൊക്കെ ചെയ്തതിനു ശേഷം നാളെ അവരെനിക്ക് ഒരു ആവശ്യം വരുമ്പോൾ അവരെ സഹായിക്കുമായിരിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളെന്നേ ഞാൻ പറയത്തുള്ളൂ. നമ്മൾ ഒരു മനുഷ്യരിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ സ്നേഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നത് പോലെ അവർ നമ്മളെ തിരിച്ച് സ്നേഹിക്കണമെന്നും വിശ്വസിക്കണമെന്നും നിർബന്ധമില്ല. നമുക്ക് വാശി പിടിക്കാനുള്ള റൈറ്റ്സുമില്ല. ഇവിടെ വസ്മിനെ കുറ്റം പറയുന്ന ആൾക്കാരടുത്താണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഇവിടെ വസ്മിനെ ചെയ്തത് തെറ്റായിട്ട് തോന്നിയില്ല. തെറ്റായിട്ട് തോന്നാത്തതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ വസ്മിനെ നന്ദിയില്ലാത്തവളാവാം, അല്ലെങ്കിൽ വസ്മിനെ അങ്ങനത്തെ ഒരു ടൈപ്പിൽ ആൾക്കാർ ചിത്രീകരിക്കുമ്പോഴും അത് അവരുടെ ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ സഹായിക്കും. അതുപോലെ ഒരു പോസ്റ്റ് ഇടണമെങ്കിൽ അവരെ ഇഷ്ടം ഉണ്ടെങ്കിൽ അവരിടും. അല്ലാണ്ട് അവരെ വന്നിട്ട് കുറ്റം പറഞ്ഞിട്ട് അപരാധം പറഞ്ഞുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യും. അതാണ് ഞാൻ ആദ്യമേ പറയുന്നത്. മനുഷ്യനാണ് നമ്മള്, മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. അവ നന്ദിയുള്ളവയാ. പക്ഷെ മനുഷ്യരങ്ങനെ അല്ല. ഒരു കാലത്ത് അവരുമായിട്ട് കമ്പനി ആയിരിക്കുന്ന സമയത്ത് അവർ നാളെ നമുക്കൊരു ആപത്ത് വന്ന് സഹായിക്കുന്നു, ഒരു ഉറപ്പും വേണ്ടേ. അവര് സഹായിച്ചില്ലേ നമുക്ക് ജീവിക്കാൻ കഴിയണം. അങ്ങനെ ആയിരിക്കണം. അല്ലാതെ അവര് വിളിച്ചില്ല, അവരെ അന്വേഷിച്ചില്ല, അവരത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നൊന്നും പറയുന്നില്ല. എനിക്കൊരു അർത്ഥമായിട്ട് തോന്നുന്നില്ല. സീരിയസ്ലി പറയാൻ എനിക്കൊരു അർത്ഥമായിട്ട് തോന്നുന്നില്ല. എന്തിനാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിച്ച് ജീവിക്കുന്നത്? എനിക്ക് അത് അങ്ങോട്ട് വേറെ ആയിട്ടുള്ള ഒരു പരിപാടി തോന്നുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ അവരിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിച്ച് എന്നാൽ ഇതൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് നാളെ അവരെ കുറിച്ച് വന്നിരുന്ന് കുറ്റം പറഞ്ഞുണ്ടാക്കുന്നതിലും എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മനസ്സിൽ ഇട്ടിരിക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് ഒരാപത്ത് വന്നപ്പോ നമുക്ക് തിരിഞ്ഞു നോക്കാത്തവനെ എന്നോ അല്ലെങ്കിൽ ഇവളെ എന്നും ഇനി അവക്കൊക്കെ ഒരു പ്രശ്നം വന്നാലും നമ്മളില്ല എന്നുള്ള മൈൻഡിലങ്ങ് ഇട്ടിരുന്നാൽ മതി. അല്ലാണ്ട് അവരെ നാറ്റിക്കാനും താഴ്ത്തി കെട്ടാനുമായിട്ട് പബ്ലിക്കിൽ ഇറങ്ങി വീഡിയോ ഇട്ടുകൊണ്ട് നടക്കുന്നതിൽ എനിക്ക് യോജിപ്പുള്ള ഒരു കാര്യമല്ല. ഞാൻ സീരിയസ്ലി പറയാം. നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം. തൊപ്പി അച്ചായന്റെ അമ്മയ്ക്ക് ഹോസ്പിറ്റലിന്റെ ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. ഗൈസ്, നമ്മളിപ്പോ ഉള്ളത് ആസ്റ്റർ മെഡിസിറ്റിയിലാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇതില് അച്ഛൻ്റെ അമ്മച്ചി കുറെ ദിവസമായിട്ട് ബ്ലഡ് ക്യാൻസർ ആയിട്ട് ഇവിടെ ICUലാണ്. അപ്പം ഇങ്ങനെ ഒരു ചാരിറ്റി വീഡിയോ ചെയ്യേണ്ട വരുമെന്നും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമെന്ന് ഒരിക്കലും വിചാരിച്ചല്ല. മൊത്തം എല്ലാം ഞാൻ സെറ്റിൽ ചെയ്യാന്നുള്ള മൈൻഡിൽ നിന്നതാ. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ഞാനും കൂടി ഇങ്ങനെ ഒരു ഇതിലായിപ്പോയി. അപ്പം പറ്റുന്നവരെല്ലാം ഹെൽപ്പ് ചെയ്യുക. താഴെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കാം. പിന്നെ പറ്റുന്നവരെല്ലാരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക, എല്ലാരും ഒന്ന് സഹായിക്കുക. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഒരു എമൗണ്ട് ഇട്ട് ഹെൽപ്പ് ചെയ്യും. തൊപ്പി ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല വലിയൊരു സംഭവം ഞാൻ പറയത്തുള്ളൂ. കാരണം തൊപ്പിയൊക്കെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ സഹായിക്കും.
അത് ഉറപ്പാണ്, ഷുവർ ഷോട്ട് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ തൊപ്പി എങ്ങാണ്ട് പൈസ എല്ലാം മുങ്ങി വെള്ളത്തിലായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്നാണ് അന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ തൊപ്പിക്ക് ഒരുപാട് അങ്ങോട്ട് സഹായിക്കാനും പറ്റില്ല. ചിലപ്പോൾ മേ ബി സഹായിച്ചു കാണും, എന്തോ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം. സഹായിക്കുക സഹായിക്കാതെ ഇരിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യരിൽ നിന്ന് സഹായം എന്ന് പറയുന്ന സാധനം പ്രതീക്ഷിക്കരുത്. നമുക്കൊരു ആപത്ത് ഉണ്ടാകുമ്പോൾ അവർ സഹായിച്ചാൽ നമ്മുടെ നല്ലത്, അല്ലെങ്കിൽ വിടുക. അല്ലാണ്ട് നാട് നീളം ഓടി നടന്ന് അവരെ കുറ്റപ്പെടുത്തുകയും കുറ്റം പറയുകയും താഴ്ത്തി കെട്ടുകയും ചെയ്തുകൊണ്ട് നടക്കുന്നത് എനിക്ക് അങ്ങോട്ട് യോജിപ്പുള്ള ഒരു കാര്യമില്ല. നമ്മൾ ഒരു മനുഷ്യനിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കല്ലേ. അവർ ചെയ്യുകയാണെങ്കിൽ ചെയ്തില്ലെങ്കിൽ ഇല്ല. ചില ആൾക്കാർക്കൊരു സ്വഭാവമുണ്ട്, ഓ അവൻ നമ്മൾ കല്യാണം വിളിച്ചിട്ട് വന്നില്ല, അല്ലെങ്കിൽ ഞാൻ സുഖമില്ലാതെ കിടന്നപ്പം അവൻ എന്നെ നോക്കി വന്നില്ല, അവൾ എന്നെ നോക്കി വന്നില്ല, ഇങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ട്. എനിക്കതൊന്നും ഇല്ല കേട്ടോ. ഞാൻ ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല. ആരെങ്കിലും വന്നാ ഓക്കെ, വന്നില്ലെങ്കിൽ ഓ ശരി, ആ ഒരു മൈൻഡ് സെറ്റാണ് ഞാൻ. എനിക്കങ്ങനെ ഞാൻ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്റെ ഒരു സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കൊരു ആപത്ത് വന്ന കാലത്ത്, ഒരു ആപത്ത് വന്ന സമയത്ത് എനിക്കാരും ഇല്ലടേ. വിരലിലെണ്ണാവുന്ന ഒരു 4-5 പേര്, ബാക്കി എല്ലാരും പോയി. എല്ലാരും പോയി. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല. പിന്നെ ഒരു പട്ടിക്കുഞ്ഞു പോലെ തിരിഞ്ഞു നോക്കാൻ ഇല്ലായിരുന്നു എന്നാണ് വാസ്തവം. പിന്നെ ഉണ്ടായിരുന്ന ആകെ 4-5 വിരലിലെണ്ണാവുന്ന ഫ്രണ്ട്സും വീട്ടുകാരും മാത്രമാണ്. അല്ലാണ്ട് ഒരു പട്ടിയും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് ബന്ധുക്കളും ഉണ്ടായിരുന്നു. അല്ലാണ്ട് ആരും ഇല്ലടേ. അതുകൊണ്ട് നമുക്കൊരു ആപത്ത് വരുമ്പോൾ എല്ലാവരും നമ്മളെ കൂടെ ഉണ്ടാവണം എന്നൊന്നും വാശി പിടിക്കാനും പറ്റത്തില്ല. അങ്ങനെ ഉണ്ടാവണമെന്ന് നമുക്ക് ഉറപ്പും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ മുന്നോട്ട് ജീവിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അച്ചായൻ കാണിച്ചിട്ടുള്ളത് ഒരു നാറിയ പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. വേറൊന്നും കൊണ്ടല്ല. വസ്മിനെ അച്ചായൻ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വസ്മിനെ കോൾ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച സമയത്ത് ഓക്കെ സംസാരിച്ചു, നിങ്ങൾ തമ്മിൽ സംസാരിച്ചു, അച്ചായന് മനസ്സിലുള്ള ഒരു വിഷമം പറഞ്ഞാണ്, ഓക്കെ എന്താ വാട്ടവർ. എന്നിട്ട് ആ കോൾ റെക്കോർഡ് ചെയ്തിട്ട് എടുത്ത് പുറത്തിട്ടിട്ട് വസ്മിനേക്ക് ഒരു താഴ്ത്തിക്കെട്ട്, അല്ലെങ്കിൽ വസ്മിനെ നെഗറ്റീവിലോട്ട് വിടുന്ന ഒരു സാധനം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. അത് അവരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഏത് വസ്മിനയുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വസ്മിനെ ഒരുപാട് വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ആ നിലയ്ക്ക് ഞാൻ പറയാം, ഈ ഒരു വിഷയത്തിൽ എനിക്ക് വലിയ തെറ്റ് തോന്നുന്നില്ല. എന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ആദ്യം എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞിട്ട് അച്ചായൻ ഇട്ടിട്ടുള്ള ഒരു വോയിസ് കേട്ടോക്കാം. എന്റെ അമ്മ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞായിരുന്നോ? ആശുപത്രി അഡ്മിറ്റ് ആണ്, ഞാനിവിടെ ഉണ്ട്. ഇവരെല്ലാം ബ്ലഡ് ഒക്കെ തരാൻ വേണ്ടി വന്നാ. ഇങ്ങനെ പറഞ്ഞു നാളെ ബസ്സിലെ കല്യാണം പറയുമ്പോഴത്തേക്ക് എന്നെ വിളിച്ചിട്ടില്ലടാന്ന് പറഞ്ഞു. ആ എന്നാലും എന്നോടൊന്ന് പറയാലോ, അങ്ങനെയൊന്നും എല്ലാരും നല്ലല്ലോ. അല്ല എന്നെ വിട്, തങ്കുവും പതിയും കട്ട കമ്പനി അല്ലായിരുന്നു. ഇൻഷാല്ലാ ഓക്കെ. അപ്പൊ എനിവേ എല്ലാവിധ ആശംസകളും. ഗോഡ് ബ്ലെസ് യു. ഈ വീഡിയോയില് എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞിട്ടാണ് അച്ചായൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അങ്ങോട്ട് കണക്ട് ആവുന്നില്ല. ഒരു പക്ഷെ ചിലപ്പോൾ പൈസ കൊടുത്ത് സഹായിക്കുമെന്ന് ആദ്യം വിചാരിച്ച് കാണും, അല്ലെങ്കിൽ കല്യാണത്തിന് വിളിക്കുമെന്ന് വിചാരിച്ച് കാണും. പക്ഷെ ഒന്നും വിളിച്ചില്ല. എന്താണോ എന്തോ എക്സ്പെക്ടേഷൻ ഒന്നും ഉദ്ദേശിച്ചതിന്റെ ലോജിക്ക് എനിക്ക് അങ്ങോട്ട് കണക്ട് ആവുന്നില്ല. എന്നാലും അച്ചായൻ ഈ സാധനം റെക്കോർഡ് ചെയ്ത് പുറത്തു വിട്ടിട്ടുണ്ട്. അതിൽ പറയുന്ന ഒരു കേസ്, കല്യാണം വിളിച്ചിട്ടില്ല എന്നാലും വിളിക്കാമായിരുന്നു എന്നുള്ളൊരു സംഭവം. അതായത് ഹോസ്പിറ്റൽ ആയതുകൊണ്ടാണ് വസ്മിനെ വിളിക്കാത്ത എന്നുള്ളൊരു ടോക്ക് സംസാരിക്കുകയും, എന്നാൽ വിളിക്കാമായിരുന്നു എന്നുള്ള രീതിയിൽ ഓക്കെ മേ ബി വിളിക്കാമായിരുന്നു, എന്തോ ആവട്ടെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അച്ചായൻ എങ്ങനെയാണ് വസ്മിനേക്ക് പരിചയം? തൊപ്പി വഴിയാണ് പരിചയം. ഈ തൊപ്പിയുമായിട്ട് ബ്രേക്കപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷെ വസ്മിനെ വിചാരിച്ചാണ് ഇനി അവരെ ഗ്യാങ്ങിൽ പെട്ട ആരുമായിട്ട് എനിക്കൊരു കമ്പനി വേണ്ട, ഒന്നും വേണ്ട, നമുക്കിനി അവരുമായിട്ടൊന്നും ഒരു ബന്ധം വേണ്ട എന്ന് ചിലപ്പോൾ ഒരു പക്ഷേ തോന്നിയേക്കാം. ഒരു പെൺകുട്ടിയാണ് വസ്മിന, ചിലപ്പോൾ അങ്ങനെ തോന്നാം. ആൺപിള്ളേർക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നത്തില്ല. കാരണം അങ്ങനെയാണ്. നമുക്ക് ചിലപ്പോൾ അങ്ങ് തോന്നും, ചിലപ്പോൾ തോന്നുന്നില്ല. മൈൻഡാ ഓരോ ആണായാലും പെണ്ണായാലും ഓട്ടവർ എന്തായാലും അങ്ങനെയൊക്കെ ആണ്ടേ. ചിലപ്പോൾ നമുക്ക് തോന്നൂല, ഇനി അവന്റെ ഗ്യാങ്ങിലുള്ള ആരുമായിട്ട് നമുക്ക് കമ്പനി വേണ്ട എന്ന് വസ്മിനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വസ്മിനെ തെറ്റു പറയാൻ പറ്റത്തില്ല. ഒരു പക്ഷേ ഇവരൊക്കെ ഭയങ്കര ക്ലോസ് ആയിരുന്നിരിക്കും. തൊപ്പിയുമായിട്ട് ബ്രേക്ക് ആയതിനു ശേഷം എന്തായാലും ഇവരെക്കാളും ക്ലോസ് ആയിരുന്നിരിക്കുമല്ലോ തൊപ്പി. ആ തൊപ്പിയായിട്ട് ബ്രേക്കപ്പ് ആയെങ്കിൽ അവന്റെ ഫ്രണ്ട്സുമായിട്ടും എനിക്ക് ഒരു ബന്ധം വേണ്ട എന്ന് വസ്മിനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ വസ്മിനെ എനിക്ക് അവിടെ തെറ്റു പറയാൻ പറ്റത്തില്ല. അവരുടെ ഒരു സ്റ്റാൻഡാണ്, എനിക്ക് ഒരു ഗ്യാങ്ങേ വേണ്ട, അവരാരുമായിട്ട് എനിക്ക് ബന്ധം വേണ്ടെന്ന് വസ്മിനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എനിക്കൊന്നും പറയാനില്ല. എന്തായാലും വോട്ടർ അതവിടെ നിൽക്കട്ടെ. ഇനി റിയാലിറ്റി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വോയിസ് ഇച്ചായം തന്നെ വിടുന്നുണ്ട്. അത് വേറൊരു വ്യക്തിയെ എടുത്ത് വസ്മിനെ സംസാരിക്കുന്നുണ്ട്. കേട്ടോക്കാം. വീഡിയോ എടുത്ത് ഇതിപ്പോ അതിന് എനിക്ക് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ഓക്കെ, ഞാൻ അയാളുടെ വീഡിയോ ഇടാത്ത ഇതിപ്പോ അതിന് എനിക്ക് നെഗായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. നമ്മളൊരാളുടെ വീഡിയോ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാൻ അയാളുടെ വീഡിയോ ഇപ്പൊ ഇടുവാണെങ്കിൽ അയാളുടെ അമ്മേനെ സഹായിക്കുന്ന പറഞ്ഞ വീഡിയോ ഇട്ടാ അയാൾ ഒന്നാമതെ തൊപ്പിയുടെ കൂടെ നടക്കുന്നതാണ്. അപ്പൊ ഞാൻ അയാളുടെ വീഡിയോ കയറി ഇട്ടാ പിന്നെ ഞങ്ങൾ തമ്മിൽ അതാണ് ഇതാണ്
തൊപ്പിയുടെ കൂടെ നടക്കുന്ന ആളുടെ കൂടെ ഉള്ള വീഡിയോ ഇവളിട്ട് അപ്പൊ ഇവക്ക് തൊപ്പിയിൽ ഇതാണ് ഇഷ്ടമാണ് അങ്ങനത്തെ കുറെ കമന്റ് വരും. എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. പുള്ളിയുടെ കമ്പനിയുള്ള ആൾക്കാർ പുള്ളി അക്കൗണ്ടിൽ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ. അവന്റെ ഏറ്റവും ക്ലോസ് ഇതല്ലേ, അപ്പൊ അവൻ വീഡിയോ ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ വീഡിയോ ഇടാത്ത മോശം എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അത്രയും ക്ലോസ് ഉള്ള ആൾക്കാർ വീഡിയോ ഇട്ടില്ല. പിന്നെ നമുക്കൊരാളെ സഹായിക്കണമെങ്കിൽ നമ്മൾ വീഡിയോ ഇടേണ്ട ആവശ്യമൊന്നും ഇല്ല. എനിക്ക് സഹായിക്കണമെങ്കിൽ എനിക്ക് പൈസ കൊടുത്ത് സഹായിച്ചാൽ പോരെ. അത് ഞാൻ വീഡിയോ ഇട്ട് സഹായിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, ഇവിടെ വസുവിനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ സഹായിക്കണമെങ്കിൽ പൈസ കൊടുത്ത് സഹായിച്ചാൽ മതി, വീഡിയോ ഇടേണ്ട കാര്യമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പൈസ കൊടുത്ത് വസുവിനെ സഹായിച്ചോ എന്നുള്ളൊരു ചോദ്യം വീണ്ടും വരുന്നുണ്ട്. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ, അതിലോട്ട് നമുക്ക് വരാം. അതിനു മുമ്പേ വസുവിനെ ഇവിടെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, ഇങ്ങേരുടെ വീഡിയോ, അതായത് അച്ചാന്റെ വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും അവരുടെ ആ ഒരു ഗ്യാങ് മീൻസ് അവരുമായിട്ട് എന്തെങ്കിലും തൊപ്പിയുമായിട്ടൊക്കെ ആ ഒരു സാധനം നെഗായിട്ട് വരുമോ എന്നുള്ളൊരു ഭയമാണ് വസുവിനയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. സീരിയസ്ലി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തൊപ്പിയുമായിട്ടുള്ള റിലേഷൻ ബ്രേക്ക് ആയതിനു ശേഷം വസുവിനെ ചിന്തിച്ചാണ് ഇനി അവരുടെ ഗ്യാങ്ങുമായിട്ടൊന്നും ഒരു കമ്പനിയും വേണ്ട, ഒരു ബന്ധവും വേണ്ട എന്ന് ചിന്തിച്ച് കാണും. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ വസുവിനിൽ തെറ്റില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. അത് ഓരോരുത്തരും ഇഷ്ടമാണ്, ആരെ കൂട്ടണം ആരെ കൂട്ടണ്ട എന്നൊക്കെ ഉള്ളത്. എന്നാൽ ഇതിനുശേഷം ഈ ഒരു സാധനം പുറത്തു വിട്ട് അച്ചായം കാണിച്ചിട്ടുള്ള ഒരുമായിട്ട് വൃത്തിയായിട്ട പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ ഒരാൾ സഹായിച്ചില്ലെന്നും ഒരാൾ വിളിച്ചില്ലെന്നും വെച്ചിട്ട് പരാതി ഇങ്ങനെ നാടുനീളെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നതിൽ എനിക്ക് വലിയ യോജിപ്പുള്ള ഒരു കേസല്ല. സീരിയസ്ലി പറയാം, വിഷമം കാണും, എനിക്കായാലും വിഷമം കാണും. കൂടെ നടന്നിട്ട് ഒരു കോൾ പോലും വിളിച്ചില്ലെന്നും ചിലപ്പോൾ വിഷമം കാണും. ഒരു പക്ഷേ എനിക്ക് അങ്ങനെ അത്രയും ഹാർട്ട് ടച്ചിങ് സംഭവമൊന്നും കൊള്ളാറില്ല. എങ്കിലും ഞാൻ പറഞ്ഞാണ്, ചിലപ്പോൾ ഒരു മേ ബി അത്രയും ക്ലോസ് ആയിരുന്ന ഒരു വ്യക്തി വിളിച്ചില്ലെങ്കിൽ ചിലപ്പോൾ വിഷമം കാണും. എങ്കിലും ഞാൻ പറയണം, എനിക്ക് വലുതായിട്ട് അങ്ങോട്ട് പൊള്ളത്തില്ല. അതൊരു മൈൻഡാ. എന്തായാലും കൊള്ളാടെ, എനിക്കിത് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവില്ല. വസ്മിനയുടെ ഭാഗത്ത് അത്ര തെറ്റായിട്ടും എനിക്ക് തോന്നുന്നില്ല. ഇനി വസ്മിനെ പൈസ കൊടുത്ത് സഹായിച്ചോ ഇല്ലേ, അതാണ് അടുത്ത ചോദ്യം. അതിനുള്ള ഉത്തരം നമുക്ക് നോക്കാം. ഒരു മനുഷ്യന്റെ രണ്ട് മുഖങ്ങളാണ് ഇപ്പോൾ രണ്ട് വോയിസിലൂടെ നിങ്ങൾ കേട്ടത്. എന്നോട് സംസാരിക്കുമ്പോൾ എന്തൊരു സ്നേഹം, മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അയാൾ എന്തൊക്കെയല്ലേ, എത്രയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കും അവർക്കൊക്കെ മാത്രം അറിയാവുന്നതാണ്. എന്നെ സഹായിക്കേണ്ട വേണ്ട. പക്ഷെ അവസാനം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അയാൾക്ക് ഞാൻ പൈസയായിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എനിക്കൊന്ന് കാണിക്കാവോ? ഇന്നത്തെ ഡേറ്റിനല്ല, ഇതിന് മുമ്പോട്ടുള്ള ഒരു ഡേറ്റിൽ ഏതെങ്കിലും ഒന്ന് കാണിക്കണം. എന്നാലല്ലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. എനിക്ക് വീഡിയോ ഇട്ട് സഹായിച്ചില്ല, പക്ഷെ എനിക്ക് എന്തൊക്കെയോ തന്ന് സഹായിച്ചു എന്ന് എനിക്ക് സമാധാനിക്കാൻ, എനിക്ക് സ്വയം ഒന്ന് സമാധാനിക്കാൻ. അങ്ങനെ വസുവിന എന്തെങ്കിലും പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അച്ചായൻ അങ്ങനെ പറയുന്നു, ഓക്കെ സ്ക്രീൻഷോട്ട് കാണിക്കണമെന്ന്. ഈ സംഭവം ഇങ്ങനെ ഒരു കുത്തി BGM കയറ്റി ഇട്ട് നാട്ടുകാരുടെ മുന്നിലോട്ട് അങ്ങ് ഇട്ടുകൊടുത്ത് വസുവിനെ താഴ്ത്തി കെട്ടാണ്ട് അച്ചായന് ഒന്നുകിൽ വിളിച്ചു ചോദിക്കുക അല്ലെങ്കിൽ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടുക ചെയ്താൽ പോരെ. അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. അപ്പൊ എന്താണ് ഉദ്ദേശം? ഫസ്മിന് ഓൾറെഡി നെഗറ്റീവിൽ നിൽക്കുന്ന ഒരു ടൈം, ഈ ടൈമിൽ കുറച്ചുകൂടി ഒന്ന് മസാല കുത്തി അടിച്ചു കൊടുത്താൽ അവള് വീഴും എന്നുള്ള സാധനമാണ് എനിക്ക് പേഴ്സണലി തോന്നിയ സത്യം. അങ്ങനെ ഒരാളെയും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ചുമ്മാ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങരുത്. അതെനിക്ക് എല്ലാ വ്യക്തികളുടെ അടുത്തും പറയാനുള്ളതാണ്. നമ്മളൊരു വിഷയം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥയും രണ്ട് ഭാഗം നോക്കണം. അത് രണ്ട് ഭാഗം ഇനിയിപ്പോൾ അവർ രണ്ടുപേരും വിളിച്ച് അന്വേഷിക്കണം എന്ന് ഞാൻ പറയത്തില്ല. നമ്മൾ നോക്കണം, ഇതില് കുറച്ച് ശരിയും കുറച്ച് തെറ്റും ഉണ്ടല്ലോ എന്നുള്ളൊരു തോട്ടിൽ നമുക്ക് വരും. അങ്ങനെ നമ്മൾ ചിന്തിച്ച് വേണം സംസാരിക്കാൻ. അല്ലാണ്ട് ഫസ്മിലേക്ക് നെഗറ്റീവ് അടിച്ചിരിക്കുന്ന സമയത്ത് ഇതും കൂടെ അടിച്ചു കൊടുത്ത് അവളങ്ങ് വീഴുമെന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് അച്ചായനെങ്കിൽ എനിക്കത് വളരെ പുച്ഛമായിട്ടാണ് തോന്നിയത്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു സാധനം ചെയ്തത്? രണ്ടാമതൊരു വീഡിയോ ഓക്കെ വോയിസ് ഓവർ ഇട്ട് നാറ്റിച്ച്, അതിനുശേഷം അതിന്റെ ഇടയിൽ പറഞ്ഞൊരു സാധനം എടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് വീണ്ടും താഴ്ത്തി കെട്ടിക്കൊണ്ട് ഒരു BGM കുത്തി കയറ്റി അങ്ങ് ഇട്ടിട്ടുണ്ട്. എന്തുവാ ചായ? ഒന്നുമില്ല, നിങ്ങളോടൊക്കെ നടന്നതല്ലേ ഒരു സമയത്ത്, അതിന്റെ ഒരു ഇതെങ്കിലും കാണിച്ചൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ചായോ. ഇനി വേറൊരു വ്യക്തി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പറയാൻ നമുക്കൊന്ന് കേട്ടോ. അവനും കണക്കാണ്, അവളും കണക്കാണ്. ഫസീന അച്ചായനെ എങ്ങനെ കണ്ടത് പലർക്കും അത് അറിയുന്നില്ല. സ്വന്തം ഒരു പെങ്ങളെ പോലെ കണ്ട് അവളുടെ കമന്റ് ബോക്സിൽ തന്നെ തെറുക്കി അച്ചായൻ മറുപടി അതുപോലെ തെറി വിളിച്ച് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അവന്മാര് അച്ചായന്റെ അമ്മേനെ ചീത്ത വിളിക്കുമ്പോ അതിനൊച്ചപ്പാടുണ്ടാക്കാനും അവളുടെ പേരിന് വഴക്കുണ്ടാക്കാനും ഒക്കെ നടന്നിരുന്ന ഒരാളോട് അവള് ഈ ഒരു രീതിയിലാക്കി. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് കൂടി ആ വീഡിയോയിൽ പറയായിരുന്നു, ആ വോയിസിൽ. ഞാനൊരു കാര്യം പറയാം മുത്തേ, വേറൊന്നുമില്ല. കമന്റ് ബോക്സിലെ തെറിവിളി സഹിക്കാൻ പറ്റൂല്ലെങ്കിൽ വീഡിയോ എന്ന് പറയുന്ന സാധനം ഇടാതിരിക്കുക. നിങ്ങൾക്ക് ഇവിടെ വരെയും ചെയ്യണം, പൈസ ഉണ്ടാക്കാൻ ചെയ്യണം എന്ന ആൾക്കാരൊന്നും പറയാൻ പാടില്ല. ഈ ഒരു സാധനം എനിക്ക് യോജിപ്പില്ലടെ. ആൾക്കാർ വിഷയം വന്നു കഴിഞ്ഞാൽ അഭിപ്രായം പറയും. അത് ചിലപ്പോൾ കുറച്ച് തെറിവിളി കൂടിപ്പോവും. തെറിവിളിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. എന്നാലും ഇതൊന്നും കേൾക്കാനുള്ള ത്രാണിയില്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് വീഡിയോ ഇടാതിരിക്കുക. ഇവിടെ നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണം, നമ്മൾ ആരും മിണ്ടാൻ പാടില്ല എന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. അതവിടെ നിൽക്കട്ടെ. അത് ഈ ടോപ്പിക്കിൽ ഞാൻ പിടിച്ചിട്ടെന്നേ ഉള്ളൂ ജസ്റ്റ്. ഓക്കെ, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്
ഓക്കെ, അച്ചായൻ ഇത്രയും വസ്മിനെ വലിച്ചു കയറി പൊട്ടിച്ചിട്ടുണ്ട്. നൈസായിട്ട് കൊടുക്കേണ്ടത് അടികൂടി ഷോർട്ടായിട്ട് അങ്ങ് കൊടുത്തിട്ടുണ്ട്. വസ്മിനെ വീഴുമെന്നാണ് വിചാരിച്ചത്. ഓക്കെ, വീഴാതിരിക്കുകയും ചെയ്തിട്ട് എന്തായാലും തൊപ്പിക്ക് അച്ചായനുള്ള സപ്പോർട്ട് വസ്മിനേക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ വസ്മിനെ കൂടുതൽ ആൾക്കാർ തെറി പറയും, സ്വാഭാവികം. ഇനി അച്ചായൻ മറ്റൊരു ഇന്റർവ്യൂവിൽ തൊപ്പി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം പറയുന്നത്, ആ കാര്യം എന്തിനാ ഫസ്മിനയുടെ കാര്യത്തിൽ വന്നില്ലെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമുക്ക് നോക്കാം. അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് തൊപ്പി. ഇപ്പോൾ തൊപ്പിക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെറുടെ ഒരു നല്ല എമൗണ്ട് വരുമാനം ലഭിക്കുന്നുണ്ടെന്നാണ് തൊപ്പി തന്നെ പറഞ്ഞത്. അപ്പോൾ ആ തൊപ്പിക്ക് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ഹോസ്പിറ്റൽ കേസ് എല്ലാം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലേ? എല്ലാ സാധാരണക്കാരും ചോദിക്കണമല്ലോ ഇപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കണേ. അവന് ഇത്ര രൂപ കിട്ടണുണ്ടല്ലോ, അവൻ എന്താ സഹായിച്ചൂടെ? ബ്രദറെ, എൻ്റെ അമ്മയാണ്, അവൻ്റെ സുഹൃത്തിൻ്റെ അമ്മയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എൻ്റെ അമ്മയാണ്, അത് അവൻ്റെ സുഹൃത്തിൻ്റെ അമ്മയാണ്. പക്ഷേ അവൻ്റെ അമ്മയെ പോലെ തന്നെയാണ് അവന് എൻ്റെ അമ്മയെ കാണുന്നത്. അപ്പൊ ഈ കാര്യത്തിൽ വന്നപ്പോ അച്ചായന് കുറച്ച് ബോധമുണ്ട്. വേറൊന്നുമല്ല, അത് എന്റെ അമ്മയാണ്, അതായത് അച്ചായന്റെ അമ്മയാണ്. പക്ഷേ തൊപ്പിക്ക് അത് വെറും സുഹൃത്തിന്റെ അമ്മയാണ് എന്നുള്ള സാധനം അച്ചായൻ പറയുന്നുണ്ട്. അപ്പൊ അവൻ ഉണ്ടാക്കുന്ന എല്ലാ വരുമാനവും കൊണ്ട് അച്ചായന്റെ അമ്മയെ സഹായിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് അച്ചായൻ അവിടെ ഇടുന്നത്. അപ്പൊ വസ്മിനയുടെ കേസിൽ വന്നപ്പോ എന്താ അച്ചായ അങ്ങനെ ഒരു മാറ്റം? വേറൊന്നുമല്ല, വസ്മിന ഉണ്ടാക്കുന്ന പൈസ എല്ലാം കൊണ്ട് നിങ്ങൾക്ക് തരണമെന്നോ അല്ലെങ്കിൽ വസ്മിന നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇടണമെന്നോ പറയുന്നതിൽ എനിക്ക് അങ്ങോട്ട് യോജിപ്പില്ല. അത് അവരുടെ തീരുമാനമാണ്. ആ തീരുമാനത്തെ നമ്മൾ മാനിക്കുക. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ ചെയ്യും. നമ്മൾ ആരെയും ഒന്നും ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കാതിരിക്കുക. അതെനിക്ക് പേഴ്സണലി തോന്നിയില്ല. എനിക്ക് വസ്മിനെ സപ്പോർട്ട് ചെയ്യാനാണ് തോന്നിയത്. വേറൊന്നും കൊണ്ടല്ല, അവളുടെ ഭാഗത്ത് തെറ്റായിട്ട് തോന്നുന്നില്ല. ഒരു പക്ഷെ അവൾ ചിന്തിക്കുന്ന തോട്ടെല്ലാം വേറെ രീതിയിലായിരിക്കും. തൊപ്പിയുടെ ഗ്യാങ്ങിലോട്ട് എനിക്കിനൊരു ബന്ധം വേണ്ട എന്ന് അവൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അവളുടെ തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. 1% പോലും ഞാൻ അവളുടെ തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. എന്തായാലും എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇതിന്റെ പേരിൽ എന്നെ പൊങ്കലിടാൻ വന്നാലും ചീത്ത വിളിക്കാൻ വന്നാലും നെവർ എവർ ഒരു വിഷയവുമില്ല. നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ എന്റെ കമന്റ് ബോക്സിൽ തെറിവിളിയെങ്കിൽ തെറിവിളി, വിളിക്കാളൊക്കെ വിളിച്ചിട്ട് സൈഡിൽ കൂടി അങ്ങ് പൊക്കോ. സപ്പോർട്ട് ചെയ്യാന്നുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.